നമസ്കാരം. വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടത് നിരവധി കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 7 ദിവസം നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയണം. അവിടെ നിന്ന് ടെസ്റ്റ് നടത്താതെയാണ് കേരളത്തിലേക്ക് എത്തുന്നതിനാൽ തന്നെ കേരളത്തിൽ നിർബന്ധിത 7 ദിവസത്തെ ക്വാറന്റൈനിൽ കഴിയണമെന്നുള്ളതാണ്. ബാക്കിയുള്ള ദിവസം വീട്ടിൽ, 7ാം ദിവസം ഏറ്റവും അവസാന ദിവസം ടെസ്റ്റ് നടത്തി ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്നുള്ള കാര്യം സംസ്ഥാനം വ്യക്തമാക്കിയതിന് പിന്നാലെ വീണ്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടുകയാണ്. 7 അല്ല 14 ദിവസം ആശുപത്രികളിലോ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളിലോ സമ്പർക്ക വിലക്കിൽ കഴിയണമെന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. യാത്രയ്ക്ക് മുമ്പ് ഇക്കാര്യം രേഖാമൂലം എഴുതി ഉറപ്പ് നൽകണമെന്നും ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. യാത്ര പുറപ്പെടും മുമ്പ് ഇവർ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ മാത്രമേ നാട്ടിലേക്ക് കടത്തിവിടുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ട്. പക്ഷേ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം അവിടെ നിന്ന് ടെസ്റ്റുകൾ നടത്താതെയാണ് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്നത് എന്നാണ്. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തുന്നത്. മടക്കയാത്രയുടെ മേൽനോട്ടത്തിനായി സംസ്ഥാനങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയം നോഡൽ ഓഫീസർമാരെ നിയോഗിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി ദ്വാരൈസ്വാമി ആയിരിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങൾ ഞാൻ വായിക്കാം. വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിക്കുകയുള്ളൂ. കോവിഡ് ഇല്ല എന്ന് തെളിയുന്നവരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. ദുരിതത്തിൽപ്പെട്ടവർ, തൊഴിലാളികൾ, വിസ കാലാവധി തീരുന്നവർ, ചെറിയ കാലയളവുള്ള വിസകളുമായി പോയവർ, അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവർ, ബന്ധുക്കൾ മരിച്ചവർ, ഗർഭിണികൾ, പ്രായമായവർ, ഹോസ്റ്റലുകൾ അടച്ചിട്ട വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് മടക്കയാത്ര അനുവദിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുന്നവരുടെ പേര്, തൊഴിൽ, മൊബൈൽ നമ്പർ, നാട്ടിലെ വിലാസം തുടങ്ങിയവ വിദേശകാര്യ മന്ത്രാലയം ശേഖരിച്ച് അതത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സ്വന്തം ഉത്തരവാദിത്തത്താലാണ് യാത്രകൾ ചെയ്യുന്നത് എന്നുള്ള ഉറപ്പും നൽകേണ്ടതുണ്ട്. യാത്ര പുറപ്പെടും മുൻപ് ആരോഗ്യ ചട്ടം അനുസരിച്ച് തെർമൽ പരിശോധന നടത്തും. വിമാനത്തിനുള്ളിലും കപ്പലിനുള്ളിലും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യചട്ടം പാലിക്കേണ്ടതുണ്ട്. മുഖാവരണം ധരിക്കണം, ശുചിത്വം പാലിക്കണം. നാട്ടിലെത്തിയാലുടൻ ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യണം. ഇറങ്ങുന്ന വിമാനത്താവളങ്ങളിൽ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാകണം. രോഗലക്ഷണങ്ങളുള്ളവരെ ചികിത്സയിൽ കൊണ്ടുപോകും. മറ്റുള്ളവരെ ആശുപത്രികളിലോ സംസ്ഥാന സർക്കാരുകൾ ഒരുക്കുന്ന പ്രത്യേക സംവിധാനങ്ങളിലോ സമ്പർക്ക വിലക്കിലാക്കും. 14 ദിവസത്തെ സമ്പർക്ക വിലക്കിന് ശേഷം പരിശോധനയിൽ നെഗറ്റീവാണെന്ന് കണ്ടാൽ വീടുകളിലേക്ക് മടങ്ങും. ഇവർ 14 ദിവസം വീട്ടിലും ജാഗ്രതയിൽ കഴിയേണ്ടതുണ്ട്. എന്തായാലും പ്രവാസികൾക്ക് വേണ്ടി കേരളവും ഒരുക്കിയിരിക്കുന്ന വിപുലമായ സജ്ജീകരണങ്ങളാണ്. 80,000 പേരെയാണ് ആദ്യഘട്ടത്തിൽ എത്തിക്കുക എന്നാണ് കേന്ദ്രം പുറത്തുവിട്ട കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. പക്ഷേ 1,40,000-1,40,000-ലധികം ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ്. അത്യന്താപേക്ഷിതമായി നാട്ടിലെത്തേണ്ടവരുടെ കണക്കാണ് 1,40,000-ത്തോളം പേർ. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടമായി എത്തിക്കുന്നത് 2,500 പേരെയാണ് എന്നുള്ള കാര്യവും കേന്ദ്രം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും വിപുലമായ സജ്ജീകരണങ്ങളാണ് കേരളവും ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്രം പുറത്തുവിടുന്ന കണക്കനുസരിച്ച് കേരളം ഇതുവരെ തയ്യാറാക്കി വെച്ച കണക്കിനേക്കാൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. എന്തായാലും വി മുരളീധരൻ ഒരു മാധ്യമത്തിൻ്റെ ചർച്ചയ്ക്കിടയിൽ നൽകിയത് കേരളത്തിലെത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാവരെയും എത്തിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആവശ്യവാദം ഉന്നയിക്കുന്ന എല്ലാവരെയും കേരളത്തിൽ എത്തിക്കും എന്ന് തന്നെയാണ്. എന്തായാലും ആ വാർത്തകളും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. വലിയ സജ്ജീകരണങ്ങളാണ് പ്രവാസികൾക്കായി കേരളം ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് ക്വാറന്റൈനിൽ കഴിയുന്നതിനും അതുപോലെ തന്നെ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള സജ്ജീകരണ സംവിധാനങ്ങൾ, അവർക്ക് രോഗമുണ്ടോ എന്നുള്ള ടെസ്റ്റ് നടത്താനുള്ള സജ്ജീകരണ സംവിധാനങ്ങളെല്ലാം വിമാനത്താവളങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. 4 വിമാനത്താവളങ്ങളിലാണ് പ്രവാസികളെ എത്തിക്കുന്നത് എന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തെ അറിയിച്ചിട്ടുമുണ്ട്.